കെ ജെ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കമുന്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഉണക്കമുന്തിരി ഉണ്ടാക്കിയതാണിത്. അപ്പോൾ അത് കവറിലേക്ക് ആക്കി ഞാൻ കെട്ടി സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരി കുറച്ച് നേരം ഉപ്പിലിട്ട് ചിങ്ങാട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ മുന്തിരി കഴുകിയെടുത്തതാണ്. നല്ല ഉപ്പിലിട്ട് ചിങ്ങാണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരിയാണിത്. അപ്പോൾ മുന്തിരി എപ്പോഴാണെങ്കിലും കുറച്ച് നേരം ഉപ്പിലിട്ട് വെക്കണം കേട്ടില്ലേ, വെള്ളത്തിലിട്ടുങ്ങാണ്ട് ഇപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവ് വെച്ചിട്ടുണ്ട്, അത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് എങ്ങനെ മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ തള വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി തിളച്ച് വരുന്നതൊന്ന്. അപ്പോൾ തള നല്ലോണം വന്നുകൊണ്ടില്ലെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ അത്രയും മതി. ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി വെള്ളം ഇതൊന്ന് ഊറ്റിയെടുക്കണം. നല്ലോണം വാർത്തെടുക്കണം വെള്ളം. അപ്പോൾ ഞാൻ വെള്ളം ഊറ്റിയാണ്. അപ്പോൾ ഈ മുന്തിരി ചിക്കനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുന്തിരി വെള്ളം നല്ലോണം വാർന്ന് കിട്ടണം. വെള്ളം നല്ല വാർന്നതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് ഉണക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഉണക്കാൻ വേണ്ടി വാർപ്പിന് മുഴുക്കനെ ഇത് കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഞാൻ ഈ തുണിയിലാണ് ഇതിടുന്നത്. ഇത് ഒന്നിട്ട് വെള്ളം വാർന്ന ശേഷം അത് പാത്രത്തേക്ക് മാറ്റും. ഇപ്പോൾ തട്ടിക്കങ്ങനെ. അപ്പോൾ നമ്മളെ മുന്തിരി ഈ തട്ടിക്കനെ മാറ്റി കൊടുത്തതാണ് മുന്തിരി. ഈ മുന്തിരിയൊക്കെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ദിവസത്തെ വെയിൽ കൊണ്ട് ശരിക്കും ഉണങ്ങി കിട്ടും കേട്ടില്ലേ. 2 ദിവസം വെയിൽ ഫുള്ള് വേണ്ട. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ എളുപ്പമാണ് ഉണക്കം മുന്തിരി. അപ്പോൾ അത്ര നമ്മളെ വീഡിയോ.